എടാ സിദ്ധാർത്ഥ, എന്താ ജാനി? ഈ കർമ്മഫലം, പുണ്യഫലം, ആത്മീയ ഫലം അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം എന്റെയും അവളുടെ ഇടയിൽ ഉണ്ടാവോടാ? അതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയും. 1 2 3 1 2 3 1 2 3. ജാനി, നീ കൈയൊന്ന് ഇടിക്കേ. പറയുന്ന കേക്ക് ഞാൻ നോക്കട്ടെ. ജാനി, ഉറപ്പായിട്ടുമുണ്ട്. സംശയം വേണ്ട, ഉടനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ഭൂതം, ഭാവി, വർത്തമാനം ഇതെല്ലാം കൂടി ഗണിച്ചു നോക്കി കൃത്യമായിട്ട് ലൈഫിനെ കുറിച്ച് പറയുന്ന ഒരാളുണ്ട്. ആരാടാ അത്ര വലിയ ജ്ഞാനി? ട്രെൻഡി ബനാന ബാബ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഡു യു നോ ബനാന? യു നോ ബനാന? ഇതെന്റെ പഴവാ, നിങ്ങൾ എടുത്തോളൂ. ട്രെൻഡി ട്രെൻഡി ബനാന ബാബ, ട്രെൻഡി ട്രെൻഡി ബനാന ബാബ. ദാറ്റ്സ് ഇറ്റ്. ജയ് ബനാനയെ നമഃ, ജയ് ബനാനയെ നമഃ, ജയ് ബനാനയെ നമഃ. ധൈര്യോട്ട് കേറിപ്പോടാ. ഒരു ബാബയുടെ പേര് പറഞ്ഞാൽ വഴക്കടേക്കാണ്. ട്രെൻഡി ബനാന ബാബ കി ജയ്. ട്രെൻഡി ബനാന ബാബ കി. ബാബ, എന്റെ ബാബ. ട്രെൻഡി ബനാന ബാബ. ബാബ, ഓ ബനാന ബാബ. ബാബ, നിന്റെ ബാബ ബനാന എപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. ജാനി, ബാബയെ ഞാൻ വിളിച്ചെഴുന്നേപ്പിക്കാവുന്നേ. ട്രെൻഡി ട്രെൻഡി ബനാന ബാബ, ട്രെൻഡി ട്രെൻഡി ബനാന ബാബ, ട്രെൻഡി ട്രെൻഡി ബനാന ബാബ, ട്രെൻഡി ട്രെൻഡി ബനാന ബാബ, ട്രെൻഡി ബാബ. അവരവരുടെ ബനാനയുടെ ഫലം അവരവർക്ക് തന്നെയാണ്. ബാബ, എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാ ആദ്യം അതെടുത്ത് വായിലോട്ട് വെക്കാൻ. ബനാന വെക്കാൻ. ജയ് ബനാന. ബാബ, ഇനി ഞാൻ പറയട്ടെ ഒരിക്കൽ കൂടി. ഇനി എന്ത് സാധനം എന്റെ വായിൽ ഞാൻ കുത്തി കേട്ടിട്ടുണ്ട്? ഇത്തവണ താനല്ലടോ, ഞാനാ വെക്കാൻ പോകുന്നേ. ഇനി പറഞ്ഞോ, കേക്കട്ടെ. ബാബ, എന്റെ സ്വപ്നത്തിൽ എന്നും ഒരു പൊരി വരും. ഞാൻ ദിവസവും അവളുടെ കൂടെ ചില പരിപാടികളും ചെയ്യും. കറക്റ്റ് അതിന്റെ എല്ലാം ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എന്റെ സ്വപ്നമൊക്കെ നശിച്ചു. ആ പെണ്ണും നീയും തമ്മിലുള്ള കണക്ഷൻ അറിയണമെങ്കില് നമ്മൾ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് വരും കേട്ടോ. എത്ര ദൂരം വേണേലും പോകാൻ റെഡിയാ ബാബ. അതിന് കുറച്ചധികം ചിലവാകും. എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാം ശരിയാക്കി തരാം. എന്താണ് കാണിക്കുന്നത്? പൈസ ആയിരുന്നോ? ഞാൻ വിചാരിച്ച് വേറെ എന്തോ പറിച്ചെടുത്ത് അറിയാൻ പോവായിരിക്കും. പേടിച്ചു പോയി. ബാബയ്ക്ക് ബനാന ഇല്ലാതെ വേറെ ഒന്നും വേണ്ടെന്നാ തോന്നുന്നു. കയ്യിലേക്ക് തരേണ്ട കേട്ടോ, അങ്ങോട്ട് വെച്ചു. എല്ലാരും റെഡിയാണല്ലോ അല്ലേ? ഞങ്ങൾ റെഡിയാണ്. എന്നാ ഇനി കേട്ടോ, അതാണ് ഗുലുഗുലു രാജ്യം. അതാ രാജകുമാരി. ഇവളാണ് ഗുലുഗുലു രാജ്യത്തെ മഹാറാണി. ഇവൻ ജംബലഹാട്ട് രാജ്യത്തെ ജംബൽഹാട്ട് രാജ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവൻ ഏത് രാജ്യത്തായാലും ശരി, രാജകുമാരി സുന്ദരിയായിരുന്നാൽ ആ രാജ്യവുമായി യുദ്ധം ചെയ്ത് രാജ്യവും രാജകുമാരിയെയും സ്വന്തമാക്കും. അവനും നിന്നെപ്പോലെ ഈ ജന്മത്തിൽ കഷ്ടതകൾ അനുഭവിക്കാൻ വേണ്ടി പിറന്നവനാണ്. അത്രക്ക് ധൈര്യോടി
ഏതവനാടേത്? ഈ സിലിസില രാജ്യം ഇനി എന്റേതാണ്. ഈ രാജകുമാരിയും എന്റേത് തന്നെ. ഇവനാണ് ഈ സിൽസിലു രാജ്യത്തെ സേനാധിപതി. ധീരനാണ്, വീരനാണ്, ധൈര്യശാലിയാണ്, പോരാളിയാണ്. എടാ ജംബിൾ ഹാർട്ട് രാജ, ഒന്നിങ്ങോട്ട് വന്നേ. ഹ്, ആരുമില്ലാത്ത സമയത്ത് കയറി വന്ന് ഞങ്ങളുടെ സാമ്രാജ്യം പിടിച്ചടക്കാൻ നോക്കുന്നു. പോരാഞ്ഞ് അതിന്റെ കൂടെ ഞങ്ങളുടെ രാജകുമാരിയെയും കൊണ്ടുപോകാൻ നോക്കുന്നു. പക്ഷേ ഇവിടെ ധീര എന്ന് പറയുന്ന ഒരു സിംഹമുണ്ട്. അവനെ താണ്ടി വേണം പോവാനെന്നുള്ള കാര്യം നീ ചിന്തിച്ചില്ലടാ. ഈ ചെമ്പൽക്കാട്ട് രാജാവിനെ നിനക്ക് അറിയില്ല. ആണാ? എന്നാ വാ വാ കാണിച്ചാടാ, വേഗം വന്ന് കാണിക്ക്. ഇന്നീ പൗർണമി നാളിൽ പൊരുതാൻ ഇന്നീ പോർക്കള നടുവിൽ പൊരുതാൻ വാ. എടാ നിന്റെ വാളൊക്കെ കൊള്ളാം. ഇപ്പൊ നിന്റെ തല വെട്ടുകയില്ലാതെ വേറെ നിവൃത്തിയില്ല. രക്തം രണരക്തം രക്തം രണരക്തം ഇന്ദിരണവേദിയിൽ പോരാടാൻ നീ വരൂ. കഴിഞ്ഞ കഥകളപ്പാലം മാറ്റുമോ? എന്തായി, തലയിലുള്ളത് പോയില്ലേ? എന്നാ കുനിഞ്ഞോ. എടാ ജംബിൾ ഹാർട്ട് രാജ, നിന്നെ എന്റെ ഈ സാമ്രാജ്യത്തിന് വേണ്ടി ആടിന് ബലി കൊടുക്കുന്ന പോലെ കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ എന്റെ രാജകുമാരിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. വേണ്ട ധീര, ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. അവസാന ആഗ്രഹമുണ്ട്. അവസാന ആഗ്രഹമാണോ? എന്ത് മാങ്ങാണ്ടിയ? കളിയാക്കുന്നൂടെ നിന്റെ വാളിന്റെ മൂത്ത് രാജാൻ ഒറ്റപ്പെട്ടിട്ട് കൊന്നുകളഞ്ഞില്ലേ? പിന്നല്ലാതെ. എന്താ ധീര, എന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും കഴിച്ചോ? കഴിക്കുന്നോ? ആപ്പിൾ. ഞാൻ ഈ രാജ്യത്തിന്റെ രാജകുമാരിയാണെന്ന് നീ മറന്നുപോയോ? അല്ലെങ്കിൽ എന്റെ തോഴിമാരിൽ ആർക്കെങ്കിലും നിന്റെ മനസ്സ് കൊടുത്തോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു കേട്ടോ. നിന്നെ അവളെയും കൂടെ ചവിട്ടി കൂട്ടിഞ്ഞ്. ഈ സാമ്രാജ്യത്തിന്റെ മാനം കാക്കാൻ പറ്റിയ സ്വഭാവം എന്തു പറ്റി ധീര? ഇത് എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? ധീര, ഓയ്, നിന്റെ അത്രയ്ക്കും ചെറുതാണോ? കണ്ടുപിടിച്ചു പറഞ്ഞു. അല്ലല്ല, മനസ്സ്. അതിന്റെ കാര്യമായിരുന്നു. അതില് എന്നെയും കൂടെ ഉൾക്കൊള്ളിക്കില്ലേ? എന്റെ അന്തസ്സെല്ലാം മറന്ന് ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ കെഞ്ചുമ്പോ നീ എന്താ അത് സ്വീകരിക്കാത്ത? അതോ എനിക്കെന്തെങ്കിലും കുറവുകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എന്നിൽ ഒരു കുറവുകളും ഇല്ല. വേണമെങ്കിൽ അത് കണ്ടു നോക്ക്. ജോലി കൂടി പോകുമ്പോഴേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് തൂക്കി കൊല്ലാൻ വിധിക്കും. എന്നെ വിടും. ജീവിച്ചു പോക്കോട്ടെ. ദയവേത് ശല്യപ്പെടുത്തരുത്. നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും.